സമയം മതി നമ്മുടെ മുടി നന്നായിട്ട് സിൽക്കി ഹെയർ ആവാനും ഷൈനി ആവാനും ഒക്കെ കേട്ടോ. വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മെയിനായിട്ട് നമ്മൾ നീം ചേർത്തിരിക്കുന്നത് നമ്മുടെ താരനകറ്റാനാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് താരൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തയ്യാറാണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് ഫ്ലാക്സ് സീഡിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. എത്ര ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്താ ചെയ്യാനാ പോകണമെന്ന് വെച്ചിട്ട് ഇരിക്കുമോ അല്ലേ. അപ്പോൾ ഈ ഐറ്റം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതുവരെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. ഈ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ താരൻ മാറാനുള്ള ഷാമ്പു ആണ് കേട്ടോ. ഡാൻഡ്രഫിനുള്ള ഷാമ്പു ആണ്. അതേപോലെ ഹെയർ ഫോൾസ് ഇല്ലാതാക്കാനുള്ള ഷാമ്പു ആണ്. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനുള്ള ഷാമ്പു മേക്കിംഗ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ട് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വിശദമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും മസ്റ്റാണ്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കാണണമല്ലോ. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക നമുക്ക് എപ്പോഴും നല്ലത്. നമ്മുടെ സ്കിന്നിന് വേറൊരു പ്രശ്നങ്ങളും വരില്ല. ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിന്നിന് നമുക്കൊരു പ്രശ്നവും വരില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഷാമ്പു നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. നന്നായിട്ട് താരൻ അതേപോലെ അതിൻ്റെ ചൊറിച്ചിൽ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഇതിന് ഇനിയുണ്ട് പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുക്കണം. അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ. ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലല്ല മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് മിക്സിങ് കൊണ്ട് ഇനിയുണ്ട്, ആയിട്ടില്ല, ഷാമ്പൂയിലേക്ക് ആയിട്ടില്ല. അതിൻ്റെ മറ്റ് സംഭവങ്ങൾ വേണ്ട മെയിൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോ സെർച്ച് ചെയ്ത് അറിയാം. പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഹെയർ ഓയിലായിരുന്നു. നല്ല ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ഓയിലാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന റിവ്യൂ ഒക്കെ എൻ്റെ തന്നെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഷാമ്പു, ഓർഗാനിക് ഷാമ്പു ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ പലതരം ഷാമ്പു ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ താരന് കുറേ പേരെ ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് ഓഫ്ലൈനായിട്ടും ഒക്കെ അറിയുന്നവർ വരും. അപ്പോൾ അവർക്കും കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഷാമ്പാണ്. താരനായിട്ട് ഭയങ്കരമായിട്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കേട്ടോ ഉപയോഗിക്കാം. അപ്പോൾ ഈ നന്നായിട്ട് താരൻ മുടിയുള്ള ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അത് ഭയങ്കര അസുഖപ്പെടുത്തുമല്ലോ. അപ്പോൾ നമ്മുടെ ഉറക്കം നമ്മൾ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഓർഗാനിക്കായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ 1-2 കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് ചേർക്കണ്ടോ ആ കാര്യം കൊണ്ട് ചേർത്താൽ ഈ ഇത്രയും നല്ല ഷാമ്പു ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഇത് നമ്മുടെ ആര്യവേപ്പും നെല്ലിക്കയുടെയും ഒരു മിക്സാണിത്. ഇതെങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ. അതേപോലെ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഭയങ്കരമായിട്ട് നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നീം. നിങ്ങൾക്കറിയാം ആര്യവേപ്പ് എല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ആ ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുവിധം സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ മാറ്റുന്നതാണ്. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. നമുക്ക് എല്ലാ അമ്മമാർക്കും അറിയാം. അല്ലേ, നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് സ്കിന്നിനൊക്കെ ഇത് കരച്ച് പുരട്ടുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡ് കൊണ്ട് ഉണ്ടാക്കിയ ജെല്ലാണ്. ഫ്ലാക്സ് സീഡ് ജെല്ല് ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എങ്കിലും ഞാൻ അത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാം. അപ്പോൾ ഈ 2 കാര്യം നമുക്ക് അത്യാവശ്യമാണ്, നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ മിക്സിങ് കാണിക്കും. ഇത് നമ്മുടെ താരൻ മാറാനുള്ള നമ്മുടെ ഷാമ്പു. താരൻ മാറാനുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ എണ്ണ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒരു ഓർഗാനിക് ഷാമ്പു ആവശ്യമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഷാമ്പു ആണ് കേട്ടോ. 2 കാര്യങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അതിലത്തെ ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത് ആര്യവേപ്പ്. കണ്ടോ, ആര്യവേപ്പാണിത്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. 2-3 കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, നമ്മുടെ നീമാണിത്, ആര്യവേപ്പ്. നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം. ഇതിൽ നമ്മുടെ ഇലകളൊക്കെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ മണ്ണും ഇൻസെക്ട്സും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. നന്നായിട്ട് ഇതുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ നിങ്ങൾക്കറിയാം നല്ല ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെയുള്ള കാര്യമാണ് നീം. ചൊറി, ചരങ്ങ്, സ്കിന്നിൻ്റെ എന്ത് പ്രോബ്ലം അതൊക്കെ മാറും. താരൻ അതെല്ലാം മാറാൻ വളരെ ബെസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഇനി ഇതിൽ വെള്ളം ഒഴിക്കാൻ പോകാം കേട്ടോ. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണേ. പകുതിയായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത്രയും മതി കേട്ടോ. നമുക്കിത് ഇതിൻ്റെ പകുതിയാക്കി വറ്റിച്ചെടുക്കണേ. നന്നായി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം.
വെള്ളത്തിലേക്ക്. വേറൊരു കാര്യം കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ ചേർക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണം കേട്ടോ. ഒരു 200 ml ഷാമ്പു നമുക്ക് കിട്ടാനൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പം ഞാൻ ഇതിന് എടുത്തിട്ട് ആനിയമിലേക്കും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് അതിൽ കിട്ടണം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഐറ്റം കൂടി ഇടണേ. നെല്ലിക്ക ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം മുടി നല്ല സിൽക്കി ഹെയർ ആവാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് നെല്ലിക്ക. നമ്മുടെ ഷാമ്പൂവിനും ആ ഒരു അതിൻ്റെ നമ്മുടെ എണ്ണയിലുണ്ട് നമ്മുടെ നെല്ലിക്കൊക്കെ. അപ്പോൾ ഷാമ്പൂവിൽ നല്ലതാണ്. നമ്മുടെ മുടിക്ക് നമ്മൾ കുറച്ച് നേരം മസാജ് ചെയ്യണതാണല്ലോ. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് സിൽക്കി ഹെയർ ആയിട്ട് കിടക്കാനും അതേപോലെ മുടി കൊഴിച്ചിൽ മാറാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കുന്നില്ല. അതിട്ട് നന്നായി തിളച്ച് വറ്റണം കേട്ടോ. നന്നായി തിളച്ച് വറ്റണം. വറ്റട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണേ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഞാൻ പറയാറുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ സത്തൊക്കെ നമുക്ക് ഇറങ്ങി കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് കുറേ നേരം എടുക്കും കേട്ടോ. ക്ഷമയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നെല്ലിക്കും നീമും അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മുടെ മുടിക്ക് നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം. നന്നായി തിളച്ച് വരട്ടെ. നന്നായി വറ്റട്ടെ. കണ്ടോ എല്ലാ സത്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയുടെയും നീമിൻ്റെയും കളർ കണ്ടോ. എന്താ നമുക്ക് ഈ വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നാളേക്ക് ഊറ്റിയെടുക്കാം. അതേപോലെ ഫ്ലാക്സ് സീഡ്. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്താ മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയാം അപ്പോൾ അല്ലേ? നമ്മുടെ ചെറുചണ വിത്താണ് കേട്ടോ. ഇത്ര മതി. നമ്മുടെ ഫ്ലാക്സ് സീഡ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് ഫ്ലാക്സ് സീഡിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂടോടെ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇങ്ങനെയാണ് ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കുക കേട്ടോ. ഓരോന്നോരളവുണ്ട് അതിൻ്റെ. സിൽക്കി ഹെയർ ആവാനും അതുപോലെ ഹെയർ ലോസ് ഇല്ലാതാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു തുണിയിൽ വേഗം അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് അരിച്ചെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടു. ഇപ്പം നല്ല ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ആയി. കണ്ടോ? പിഴിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. കണ്ടോ? ഇപ്പോൾ ചൂടായതുകൊണ്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ടില്ല. ഇതാ ഇങ്ങനെ ഊർന്ന് വരുന്നത് കണ്ടോ. നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് കേട്ടോ. നമുക്ക് നമ്മുടെ ഇന്നലെ അതായത് തലേ ദിവസം തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ച നെല്ലിക്കും നീമിൻ്റെയും എക്സ്ട്രാക്റ്റ് നമുക്ക് അരിച്ചൊഴിക്കണം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്നൊരു അരിപ്പിലേക്ക് അരിച്ചെടുക്കാം. ഇതെല്ലാ സത്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഈ കളർ. നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്തൊരു ഇറിറ്റേഷൻ്റെ പ്രോബ്ലമോ കാര്യങ്ങളോ താരൻ്റെ ചൊറിച്ചിലോ എല്ലാം മാറ്റാം. ചൊറി ചിരങ്ങ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നീമിൻ്റെ ഈ ഇല തന്നെ. അതിൽ നീര് പുരട്ടാനും ഒക്കെ. ഇപ്പോൾ കണ്ടോ ആ നീമിൻ്റെയും നെല്ലിക്കയുടെയും ഒക്കെ നമ്മൾ സത്തൂറ്റിയെടുത്ത് എക്സ്ട്രാക്റ്റ് തിളപ്പിച്ച് നമ്മൾ വറ്റിച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും നമുക്ക് 2-3 ഐറ്റംസ് കൂടി ഉണ്ട്. വേണം നമുക്ക് നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള താരനുള്ള ഷാമ്പു തയ്യാറാക്കാൻ. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാവേ. ഇത് രണ്ടും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. കണ്ടുല്ലോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു 300 ml കാണിക്കുന്നത് കേട്ടോ. 300 ml. അപ്പോൾ നമുക്ക് ഇത്ര അധികം വേണ്ട. നമുക്കിത് വേറെ കുറേ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. വെറുതെ തല കഴുകാനും മേല് കഴുകണമെങ്കിൽ നല്ലതാണ്. അത്രയും നല്ല ഇതാണ് നമ്മുടെ എക്സ്ട്രാക്ട്. അതുകൂടാതെ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ജെല്ലായിട്ട് ഫേസ് മറ്റേ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്നപ്പോൾ ചെയ്യാം. നമ്മൾ സ്കിൻ കെയറും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ട് നമ്മുടെ നീമിൻ്റെയും നെല്ലിക്കയുടെയും നമ്മൾ കണ്ടല്ലോ. അതേപോലെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുത്തത് പകുതിയാക്കി വറ്റിച്ചെടുത്തത് വേണം. പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് നിങ്ങൾ 2-3 തിളച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂട്ടോടെ ഊറ്റി അത് കഴുകിയിട്ട് വേണം കേട്ടോ. കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം. ഡ്രൈ എന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളം പോലെ വെച്ചാൽ മതി. അതിന് ശേഷം വേണം ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട്. കാരണം അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ പാക്കറ്റ് ആണെങ്കിലും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ബേസ് ആണ്. ഇത് നമുക്കിവിടെ സെയിലിനുണ്ട്. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. ഫേസ് വാഷ് ബേസും ഉണ്ട്, ഷാമ്പു ബേസും ഉണ്ട്. ഇത് പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്. അഴുക്ക് പോകാൻ എന്തെങ്കിലും ഇത് വേണമല്ലോ. നമ്മുടെ തലയിൽ വാഷിങ് പ്രവർത്തനം നടക്കണമെങ്കിൽ അത് വേണം. അത് പ്രിസർവേഡ് ആണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുന്നില്ല. നമുക്കത് പ്രിസർവേറ്റീവ്ഡ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. കണ്ടോ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഞാൻ 300 ml അല്ല, അപ്പോൾ 2 ചേർക്കുന്നത്. ഒരു 4 ചേർത്താലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് വെച്ചതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഗ്ലാസിൻ്റെ ഒരു ഇതിൽ ജാറിൽ നിങ്ങൾക്ക് മിക്സിയുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ നീം വാട്ടർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കാരണം നമ്മുടെ നീം തിളപ്പിച്ച് വറ്റിച്ച പാത്രമാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. കാണുന്നുണ്ടല്ലോ.
ഒഴിച്ചു. നമുക്ക് ഇതിൽ മിക്സിങ് തുടങ്ങാൻ വേണ്ടിയാണ് 300 ml എന്ന് പറയുമ്പോൾ 150 നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയും എക്സ്ട്രാക്റ്റാണ് നമുക്ക് വേണ്ടത്. എക്സ്ട്രാക്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ വാട്ടറിൽ തന്നെ നമ്മൾ തിളപ്പിച്ചെടുത്തതല്ലേ, ലൈറ്റ് പ്രശ്നമുണ്ട് കേട്ടോ, നമ്മൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഒരു 150 ml എടുക്കാവേ. ഇത് 100 ml ആണ്. ഞാൻ അതിലേക്ക് ബൗളിലേക്ക് ഒഴിക്കുകയാണ്. $150 കേട്ടോ, അതും കൂടി ഒഴിച്ചു. നമ്മുടെ എക്സ്ട്രാക്റ്റിലേക്ക് ഒരു ഡിയം വാട്ടർ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച വാട്ടർ ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് ചേർക്കണം. 30 ml ഡിയം വാട്ടർ കൂടി ചേർക്കേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് കേട്ടോ. നമ്മുടെ നന്നായിട്ട് സിൽക്കി ഹെയർ ആവാനൊക്കെ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. ചെറുചണവിത്ത് എന്ന് പറയും. ഇത് കഴിക്കാൻ ഉള്ളിലേക്ക് നമുക്ക് കഴിക്കണതാണ്. എന്നും ഒരു സ്പൂണ് നമ്മൾ കഴിച്ചാൽ ഇതിൻ്റെ ജെല്ല് വളരെ നല്ലതാണ്. ഇതിനെ കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് എനിക്ക് വേണ്ടത് മാത്രം നമ്മളിപ്പോൾ ചേർക്കാം. നമുക്കൊരു 15-20 ഗ്രാം വേണ്ടു കേട്ടോ. നിങ്ങൾക്കിത് 1 kg ആയിട്ടും നമ്മുടെ നിന്ന് വാങ്ങിക്കാം, ½ kg ആയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഷാമ്പു ബേസിന് നമുക്ക് അളവ് വേണം. ഇതിനെ 300 നമുക്ക് വേണ്ടത് കേട്ടോ. 300. ml കേട്ടോ ഇത് മെഷറിംഗ് കപ്പ്, അതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം വയ്ക്കും. നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല, കാരണം വളരെ നല്ല നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷാമ്പു ബേസാണിത്. പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് 300 ml വെച്ച് കഴിഞ്ഞു. നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നമുക്കിതിൽ 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്നത് ഇല്ലാതാക്കും. അതിനുവേണ്ടി നമ്മൾ ചേർക്കണം കേട്ടോ. 1 വർഷമൊക്കെ നമുക്കിത് ഇരിക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ചേർക്കണം. ഇതിപ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാതിരുന്നാൽ, അയ്യോ കുറച്ച് പുറത്തേക്ക് പോയി, പ്രിസർവേറ്റീവ്സ് ചേർക്കാതിരുന്നാൽ ഇത് ഒരു 3 മാസം ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ റൂം ടെമ്പറേച്ചറിൽ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര നാൾ ഉപയോഗിക്കാം. നമ്മൾ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ 1 വർഷത്തേക്കൊക്കെ നമ്മൾ പറയാന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സ് ചേർക്കണം. ഓർഗാനിക്കിൽ ചേർക്കണതുണ്ട്, അത് ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നീം വാട്ടറും അതുപോലെ തന്നെ നീമിൻ്റെ നെല്ലിക്കരി കേട്ടോ, അതും പിന്നെന്താ ഫ്ലാക്സ് സീഡ് ജെല്ല്, പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ, പിന്നെ നമ്മുടെ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ബേസ്. നല്ലതാണ് കേട്ടോ മുടിക്ക്. നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ആക്കാൻ പാടില്ല. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, പത വരും. അപ്പോൾ നമുക്ക് കുപ്പിയിൽ ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പത പിന്നെ കുറച്ച് നേരം എടുത്ത് കഴിഞ്ഞ് തനിയെ അങ്ങ് പോയിക്കോളൂ, അത് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഒന്ന് പത പറഞ്ഞാൽ നമ്മുടെ വർക്ക് നടക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് എല്ലായിടത്തേക്കും നന്നായി മിക്സ് ആക്കുക. ഇതിലത്തെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ പറയണ്ട, നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം. നമ്മുടെ വൈറ്റമിൻ ഇയും അതേപോലെ നീമും അതേപോലെ നെല്ലിക്ക, പിന്നെന്താ ഫ്ലാക്സ് സീഡ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നമ്മുടെ ഹെയറിൽ നമ്മൾ ഷാമ്പു ചെയ്യുമ്പോൾ കുറച്ച് മസാജ് കിട്ടുമല്ലോ, ആ ഒരു സമയം മതി നമ്മുടെ മുടി നന്നായിട്ട് സിൽക്കി ഹെയർ ആവാനും ഷൈനി ആവാനും ഒക്കെ കേട്ടോ. വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മെയിനായിട്ട് നമ്മൾ നീം ചേർത്തിരിക്കുന്നത് നമ്മുടെ താരനകറ്റാനാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് താരൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നതാണിത്. താരനുള്ളവർക്ക് മാത്രം ഞാൻ സ്റ്റോക്ക് ചെയ്യില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ താരൻ മാത്രമല്ല, മുടി നന്നായിട്ട് സിൽക്കി ഹെയർ ആയിട്ട് കിടക്കാൻ സാധിക്കും. അതിന് നമുക്ക് വേറെ എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ വേറെ ചേർക്കാം, അത് നമുക്ക് പിന്നെ
വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ താരന് വേണ്ടിയിട്ടും നമ്മുടെ മുടി നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് തിക്കായിട്ട് കിടക്കുന്ന ഒരു ഫീൽ വരും ഇത് കുളിച്ച് കഴിഞ്ഞാൽ സിൽക്കി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി എല്ലായിടത്തേക്കും മിക്സ് ആക്കുക. ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള പുറത്തുനിന്ന് കെമിക്കലൊക്കെ അടിക്കുന്നൊന്നും പറ്റാത്തവരുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട് പറ്റാത്തവർ. നമുക്ക് ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ അതിൻ്റെ സ്കിന്നിലുള്ള അലർജിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവാം. അപ്പോൾ അതൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ ആര്യവേപ്പ് അതൊക്കെ തുളസി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. നെല്ലിക്കപ്പം നമ്മൾ വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല, കഴുകിയിട്ട് അങ്ങനെ അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കാം. നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ സ്റ്റോർ ചെയ്യാണെന്ന് വെച്ചാൽ വലിയൊരു ഗ്ലാസിൻ്റെ ജാറായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിത് കുപ്പിയിലാക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ബബിൾസൊക്കെ പൊക്കോളൂ കേട്ടോ. അത് കുറച്ച് നേരം കഴിയുമ്പോൾ പോകും കണ്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഫോൾസ് ഉള്ളവരും ഇത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുപ്പിയിൽ നിറയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 200 ml എടുത്തിട്ടുണ്ട്, 100 ml എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇത് 300 അധികം ഉണ്ടാവും, കാരണം അതിൽ DM വാട്ടറും എക്സ്ട്രാക്റ്റും ഫ്ലാക്സ് ഇതെല്ലാം കൂടുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നിറയ്ക്കാം. ഇനി 200 ml ആയിരിക്കണം ആദ്യം ഒഴിക്കണം കേട്ടോ. മെഷറിംഗ് കപ്പിലാകുമ്പോഴേ നമുക്ക് ഒഴിക്കാനായിട്ടൊരു സുഖമുണ്ട്, അതുകൊണ്ടാണ്. ഇരുന്നൂറ് ml നമ്മുടെ ബോട്ടിൽ ഫില്ലായിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വേറെ എക്സ്ട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല. സോറി, എക്സ്ട്രാക്റ്റില്ല, ഫ്രാഗ്രൻസ് ചേർക്കണില്ല, കളർ ചേർക്കണില്ല. ഫ്രാഗ്രൻസ് ഒക്കെ നമുക്ക് നേച്ചുറലായിട്ടുള്ളത് മതി. ഏറ്റവും നല്ലത് അതാണ്. ഇനി വേണമെന്നുള്ളവർക്ക് ചേർത്തോളൂ. ഏത് നമ്മൾ സോപ്പിൽ ചേർക്കുന്ന ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. അതിന് 100 ml ബോട്ടിലും ഫില്ലായിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഞാനൊരു 100 ml കൂടി നമുക്ക് നിറയ്ക്കാവേ. അടിയിൽ ഇങ്ങനെ ഊരി നിൽക്കണമെങ്കിൽ അതുകൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ തന്നെ പറ്റും കേട്ടോ. ഞാനിത് പാക്ക് ചെയ്യാറാകുമ്പോഴേക്കൊക്കെ ഇത് പറ്റും. ക്ലിയർ ആവും. ഈ കട്ടി പോയിട്ടൊരു ക്ലിയർ ആവും, ട്രാൻസ്പെറൻ്റ് ആവും. നമ്മുടെ പാക്കിംഗ് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാനത് കഴിഞ്ഞ് പാക്ക് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെയാണ്. ലൈറ്റ് പോയിട്ട് കേട്ടോ. ഇവിടെ 400 ml കിട്ടി. ഇനി കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചോ. ഒരു കുപ്പി കൊണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. യെസ്, കറക്റ്റ് 100 ml. അപ്പോൾ നമുക്ക് 500 ml കിട്ടിയിട്ട് നമ്മുടെ ഷാമ്പൂവിനും ഹെയർ ഫോൾസിനും ഹെയർ നന്നായിട്ട് സിൽക്കി ആവാനും ഷൈനി ആവാനും ഒക്കെ ഉള്ള നമ്മുടെ ഷാമ്പൂ റെഡി ആക്കിയിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണയോടൊപ്പം ഈ ഷാമ്പൂ ഉപയോഗിച്ച് നിർമ്മിക്കുക നന്നായി വളരുകയും ചെയ്യും. അതേപോലെ നമ്മുടെ എണ്ണയൊക്കെ കഴുകി കളഞ്ഞ് നല്ലൊരു ഹെയറിലേക്ക് മാറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ഷാമ്പൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കാൻ വരെ വീട്ടിൽ ചെയ്യുന്നതൊക്കെ അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചിലർക്ക് പമ്പ് ക്യാപ്പാണ് ഇഷ്ടം. പമ്പ് ക്യാപ്പ് നമ്മുടെ 200 ml ഇങ്ങനത്തെ ഫ്ലിപ്പ് ക്യാപ്പാണ് കേട്ടോ. അതായത് ആണോ ഡ്രോപ്സ് ആയിട്ട് വരും. നമ്മൾ 200 ml നമുക്ക് ഫ്ലിപ്പ് ക്യാപ്പ് ഇടാം. ചിലർക്ക് അതാണ് ഇഷ്ടം. ഫിറ്റായി നമ്മുടെ ഇതും കൂടി ഇട്ടിട്ടോ. നമ്മൾ 300 ml ഷാമ്പൂ ബേസ് കൊണ്ട് നമ്മൾ 500 ml ഉണ്ടാക്കി കണ്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം. ബൈ.